നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നിലവിളക്ക് വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത താക്കീതുമായി സമസ്ത ഇ.കെ. വിഭാഗം വീണ്ടും രംഗത്തെത്തി. കെ.എം. ഷാജിയും എം.കെ. മുനീറും അടക്കം ലീഗിലെ നിലവിളക്ക് കത്തിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തെ മുസ്ലിം വിരുദ്ധരായി വിശേഷിപ്പിച്ചാണ് സമസ്തയുടെ മുന്നറിയിപ്പ്. ഇവരെ നിലയ്ക്ക് നിർത്താൻ ലീഗിനോട് ആവശ്യപ്പെടുന്ന സമസ്ത നേതാവിൻ്റെ ലേഖനം സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. സമസ്ത ഇ.കെ. വിഭാഗം നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുപ്രഭാതം പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ലീഗ് നേതൃത്വത്തിന് കടുത്ത മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിളക്ക് കത്തിക്കാമെന്ന നിലപാട് സ്വീകരിക്കുന്ന എം.കെ. മുനീർ, കെ.എം. ഷാജി, കെ.എൻ. ഏകാദർ, രണ്ടത്താണി എന്നിവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുള്ളതായാണ് സമസ്തയുടെ ആരോപണം. ഇസ്ലാമിനെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയും പുച്ഛിച്ചുകൊണ്ട് കപട മതേതരവാദികളുടെയും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ നേടിയെടുക്കാമെന്ന പ്രത്യാശയാണിവർക്ക്. മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ വളർന്നു വന്ന ഇത്തരം മുസ്ലിം വിരുദ്ധരെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത ലീഗിനുണ്ടെന്ന് സമസ്ത നേതാവിന്റെ ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു. വിവാഹപ്രായ വിഷയത്തിൽ ചില വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ സ്വീകരിച്ച ശരീഅത്ത് വിരുദ്ധതയെ വിലയിരുത്തപ്പെടണം. അന്ന് പാർട്ടി സ്വീകരിച്ച നിലപാടാണ് നിലവിളക്ക് വിഷയത്തിൽ ഇത്തരക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നതെന്ന് പറഞ്ഞ് ലേഖനം ലീഗ് നേതൃത്വത്തെയും കുറ്റപ്പെടുത്തുന്നു. ശരീഅത്ത് വിഷയത്തിൽ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം അഭിപ്രായം പറയേണ്ടെന്നും അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുമെന്നും വ്യക്തമാക്കുന്ന ലേഖനം ശരീഅത്തിനെതിരെ നിലകൊണ്ട ആര്യാടനടക്കമുള്ളവർ സമുദായ മനസ്സിൽ നിന്നും പുറത്തുപോയത് പാഠമാക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ലീഗിന് നൽകിയാണ് അവസാനിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിനൊപ്പം നിലകൊള്ളുകയും നിലവിളക്ക് കത്തിക്കാമെന്ന നിലപാടെടുക്കുകയും ചെയ്ത കെ.ടി. ജലീലിനെയും മുസ്ലിം വിരുദ്ധരുടെ പട്ടികയിലാണ് സമസ്ത നേതാവ് ലേഖനത്തിൽ എണ്ണിപ്പറയുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. SYS സംസ്ഥാന സെക്രട്ടറി ശ്രീ അബ്ദുൽ ഹമീദ് ഫൈസി, ശ്രീ കെ.ടി. ജലീൽ MLA, ശ്രീ ഒ. അബ്ദുള്ള എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ കെ.ടി. ജലീൽ, നിങ്ങൾ ഇസ്ലാം മതത്തിന് എതിരായി പ്രവർത്തിക്കുന്ന മതവിരുദ്ധരാണോ? അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾ അത് തമ്മിൽ ഭിന്നതയുള്ളപ്പോൾ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി ഇടതുപക്ഷത്തിൻ്റെ കയ്യടി നേടാൻ ശ്രമിക്കുകയാണോ ഈ വിവാദത്തിലൂടെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഞാനൊരു തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയാണ്. ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയിൽ ചില കോംപ്രമൈസുകൾക്ക് എല്ലാ വിഭാഗം ആളുകളും തയ്യാറാകേണ്ടതായിട്ട് വരും. നിലവിളക്ക് കൊളുത്തുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ അത് ചെയ്യുമ്പോഴാണ് അത് ഇസ്ലാമിക വിരുദ്ധവും മതവിരുദ്ധവുമൊക്കെ ആകുന്നത്. മറ്റുള്ള മതസമൂഹങ്ങളോട്, വിഭാഗങ്ങളോട് ഐക്യദാർഢ്യ പ്രകടനം എന്ന രൂപേണ നിരുപദ്രവകരമായ ഒരു ആചാരത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു ചടങ്ങിൽ നമ്മൾ മാത്രം അത് കത്തിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ നമ്മൾ പരിമിതപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിൻ്റെ പേരിൽ ഒരാൾക്കും ഒരാളെയും മുസ്ലിം വിരുദ്ധനെന്നോ ഇസ്ലാമിക വിരുദ്ധനെന്നോ മുദ്രകുത്താനാവില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ശ്രീ കെ.ടി. ജലീൽ, ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിതചര്യ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കേണ്ടത്, അതിൻ്റെ ആരാധനാക്രമങ്ങൾ ഇതെല്ലാം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റു മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ സ്വീകരിക്കാമോ എന്ന ചോദ്യം അത് നിരവധി തവണ ഉയരുകയും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല എന്ന കാര്യം വ്യക്തമാക്കപ്പെടുകയും ചെയ്തിരിക്കെ ഒരു ഭാഗത്ത് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് താങ്കൾ പറയുകയും അതേസമയം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും മുൻകാല ഉദാഹരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുക വഴി ആ മതത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ എന്നാണ് സംശയം. ഒരിക്കലുമല്ല. പ്രാചീനമായിട്ടുള്ള പല പള്ളികളിലും, പ്രത്യേകിച്ച് പൊന്നാനിയിലെ മഖദൂം പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, ഇവിടെയൊക്കെ നിലവിളക്ക് കൊളുത്തുന്ന രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിളക്കത്തിരിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ പൊന്നാനിയിലെ പള്ളിയിൽ ഇപ്പോഴും തുടർന്നു വരുന്നു. കേരളത്തിലെ സുന്നി വിഭാഗം കേരളീയമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്, വിഭാഗമാണ്. നേർച്ച, അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമെന്ന് മറ്റു പല സംഘടനകളും പറയുന്ന പല കാര്യങ്ങളും സുന്നി വിഭാഗങ്ങൾ അനുവർത്തിക്കുന്നുണ്ട്. അത് തെറ്റല്ല എന്നുള്ള
വിശ്വാസത്തിലും ധാരണയിലും ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. സത്യത്തിൽ അതിന് സമാനമായൊരു സംഭവമായിട്ട് മാത്രമേ ഇതിനെയും കാണേണ്ടതുള്ളൂ. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി വിഭാഗക്കാർ ദർഗാ ഷെരീഫുകളിൽ നേർച്ചകൾ കഴിക്കുന്നത്, ഉറൂസുകൾ കഴിക്കുന്നതിനെ മതവിരുദ്ധം എന്നാണ്, ഇസ്ലാമിക വിരുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത് ആ അർത്ഥത്തിലല്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് സുന്നി വിഭാഗങ്ങൾ അതിപ്പോഴും തുടർന്ന് വരുന്നത്. ഞാനതിൽ സുന്നി വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെയും ചെയ്തികൾ അവരവരുടെ നിയ്യത്തിനെ, അവരവരുടെ ഇൻറ്റൻഷനെ, ഉദ്ദേശത്തെ ആസ്പദിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ നിലവിളക്ക് കത്തിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്കും പടച്ചവനും മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരാളെയും നമുക്ക് ഇസ്ലാമിക വിരുദ്ധനെന്നോ മുസ്ലിം വിരുദ്ധനെന്നോ പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിലല്ലാത്ത മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും മുസ്ലിം വിരുദ്ധർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. അവരെല്ലാവരും പൊതുചടങ്ങുകളിൽ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു സന്ദർഭം വരുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്നു. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല അതവർ ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്തു നിർത്താനാണ് ഭാവമെങ്കിൽ മുസ്ലിങ്ങളിൽ ആരൊക്കെയാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന ഒരു വലിയ ഗവേഷണം തന്നെ നമ്മളുടെ നാട്ടിൽ വേണ്ടതായിട്ട് വരും. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികൾ, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘടിതമായി മതാന്ധതയുടെ ശക്തികൾ ഉറഞ്ഞുതുള്ളുന്ന ഒരു കാലത്ത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ തന്നെ ഉള്ളവർ ഇങ്ങനെ പരസ്പരം പഴിചാരുകയും മുസ്ലിം വിരുദ്ധർ, ഇസ്ലാമിക വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തമാണ്. ശ്രീ അബ്ദുൽ ഹമീദ് ഫൈസി, കേരളത്തിലെ മസ്ജിദുകളിൽ വർഷങ്ങളായി നിലവിളക്ക് കൊളുത്തുക, അതല്ലെങ്കിൽ ചില മസ്ജിദുകളിൽ ചന്ദനക്കുട നേർച്ച അത് നടത്തുക, ചെണ്ട കൊട്ടുക, ഈ രീതിയിലുള്ള ആചാരങ്ങൾ വർഷങ്ങളായി തുടർന്നു വരുന്നത് നമുക്കറിയാം. ഇതിപ്പോൾ എം കെ മുനീറാകട്ടെ, കെ എം ഷാജിയാകട്ടെ, കെ എൻ എ ഖാദറാകട്ടെ, ഹുസൈൻ രണ്ടത്താണിയാകട്ടെ, കെ ടി ജലീലാകട്ടെ, ഇവരെല്ലാം തന്നെ ഇസ്ലാം മതത്തെക്കുറിച്ചും ആ മതം എങ്ങനെയാണ് ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പഠിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും അതേക്കുറിച്ച് അറിവ് നേടുകയും ചെയ്തവരാണ്. എന്തുകൊണ്ടാണ് ഈ നിലവിളക്കിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ആ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുമ്പോൾ അത് അനിസ്ലാമികമാണ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഇവരെ മതത്തിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്, അല്ലെങ്കിൽ മതവിരുദ്ധരാണ് എന്ന നിലയിൽ താങ്കൾ ലേഖനം എഴുതിയത്? ഈ മതത്തിൽ നിന്ന് പുറത്താണ് എന്ന പരാമർശം നടത്തിയിട്ടില്ല. മുസ്ലിം വിരുദ്ധരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ആ പക്ഷത്ത്, ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ കെ ടി ജലീൽ സാഹിബ് പറഞ്ഞത്, എന്റെ വിശ്വാസം അത് ആ അഗ്നി ദേവതയെ പൂജിക്കുക എന്നല്ല, കേവലം ഒരു ചടങ്ങിന് വേണ്ടി ഒരു ബഹുസ്വര സമൂഹം എന്ന നിലയിൽ പങ്കെടുക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ കൊളുത്തുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ കെ ടി ജലീലോ എം കെ മുനീർ സാഹിബോ അല്ലെങ്കിൽ ഞാനോ അഭിപ്രായം പറയേണ്ടവരല്ല. മതപരമായ നിയമങ്ങൾ വളരെ കൃത്യമായി അറുത്ത് മുറിച്ച് മത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആചാരം ഒരു മുസ്ലിം നിർവഹിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും അത് നിർവഹിക്കാൻ പാടില്ല എന്ന് കണിശമായി മതഗ്രന്ഥങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിയമങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകരുതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ പ്രതീക്ഷയുള്ള പാർട്ടിയാണ്. 1985 ശരീഅത്ത് വിവാദം നടന്നപ്പോൾ
ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ഗുലാം മഹമ്മൂദ് ബനാത്ത് വാല സാഹിബും ആ 2 MP മുൻകൈയെടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ശരിയത്ത് ബില്ല് ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് MP വിപ്പ് കൊടുത്തുകൊണ്ട് ശരിയത്തിന് അനുസൃതമായി നിയമനിർമ്മാണം നടത്താൻ തയ്യാറായത് മുസ്ലിം ലീഗ് വളരെ ആധികാരികമായി ഒറ്റക്കെട്ടായി രംഗത്ത് നിന്നുകൊണ്ടാണ്. അങ്ങനെ രംഗത്ത് വന്നപ്പോൾ മറ്റു പാർട്ടികളിലെ മുസ്ലിങ്ങൾ പോലും, ഉദാഹരണം കോൺഗ്രസിന്റെ മന്ത്രി ZR അൻസാരി, ജനതാ പാർട്ടിയുടെ സയ്യിദ് ഷിഹാബുദ്ദീൻ MP അവരൊക്കെ ഒരുമിച്ച് ഒപ്പം നിന്നു. അതേ പ്രകാരം നമ്മുടെ രാജ്യത്ത് എപ്പോഴും ശരിയത്ത് വിരുദ്ധ ചിന്തകൾക്ക് സാധ്യതകൾ എപ്പോഴും ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് കേന്ദ്രം BJP ഭരിക്കുമ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക സമൂഹം കേരളത്തിൽ പ്രബല വിഭാഗം സുന്നി മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളാണ്. ഈ 3 വിഭാഗവും ഏകകണ്ഠമായി അംഗീകരിക്കുന്ന കാര്യമാണ് ഹിന്ദു മതത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക ആചാരം മുസ്ലിങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്ന്. അത് ഞാൻ നിർവഹിക്കും, വ്യക്തിപരമായി എനിക്കതിന് എതിർപ്പില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ചില യുവജന നേതാക്കൾ രംഗത്ത് വരുമ്പോൾ അത് അവിടെ വെച്ച് നിർത്തൽ ചെയ്യേണ്ടതാണെന്ന ഉറച്ച സമീപനമാണ്. പ്രത്യേകിച്ചും സൂചിപ്പിച്ചതുപോലെ നേരത്തെ വിവാഹ പ്രായപരിധിയും ബന്ധപ്പെട്ടും ഇതും കണിശമായി ഇസ്ലാമിൽ നിയമമുണ്ട്. അതിന് വിരുദ്ധമായ അഭിപ്രായം ഒരു പാർട്ടികളിലെ മുസ്ലിങ്ങൾ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലുള്ള ആളുകൾ പറയാൻ പാടില്ല എന്ന കണിശമായ അഭിപ്രായമുണ്ട്. അതാണ് രേഖപ്പെടുത്തിയത്. മിസ്റ്റർ KT ജലീൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ദയവായി താങ്കൾ തുടരുക. ശ്രീ O അബ്ദുള്ള, ഇപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത് ശരീഅത്ത് വിവാദത്തിൻ്റെ സമയത്ത് EMS ശരീഅത്ത് വിവാദം ഉയർത്തുന്ന കേരള സാഹചര്യം, അതുപോലെ തന്നെ ശരീഅത്തുമായി ബന്ധപ്പെട്ട അഖിലേന്ത്യാ സാഹചര്യം, ആ സമയത്തെല്ലാം ഒറ്റക്കെട്ടായി നിന്ന ഒരു പശ്ചാത്തലം ഇന്നിപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആ കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തേണ്ട ഒരു കാര്യം, അതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ അന്ന് EMS ശരീഅത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ മുസ്ലിം സമുദായ സംഘടനകളും അതിൽ ഒറ്റക്കെട്ടായി ഉറച്ചു നിന്നെങ്കിൽ ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ ജനപ്രതിനിധികൾ, ആ സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർ തന്നെയാണ് ചില തിരുത്തലുകൾ വേണ്ടതുണ്ട് എന്ന നിലപാടിലെത്തുന്നത്. അത് KT ജലീലിനെ പോലെയോ ഹുസൈൻ രണ്ടത്താണിയെ പോലെയോ ഇടതുപക്ഷ നിലപാടിലേക്ക് ചാഞ്ഞവർ മാത്രമല്ല, ഇപ്പോഴും സമസ്ത പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന MK മുനീർ ഉൾപ്പെടെയുള്ളവരും ആ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? എങ്ങനെ തിരുത്താം? അല്ല, അതിൽ അബ്ദുൽ ഹമീദ് ഫൈസി അവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് ചില കാര്യങ്ങളിൽ. അതായത് ഈ ആളുകൾ MK മുനീർ ആവട്ടെ, ഷാജി ആവട്ടെ, മറ്റുള്ളവരെ പറ്റി എനിക്ക് അത്ര കൃത്യമായി അറിഞ്ഞുകൂടാ അവരുടെ മണ്ഡലങ്ങളെ കുറിച്ച്. ഈ 2 പേരും അവരുടെ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ ഒരു തിരുത്തലിന് വേണ്ടി തയ്യാറാകുന്നത്. അവർക്ക് അറിയാത്തത് കൊണ്ടല്ല ഇസ്ലാമിക് ശരീഅത്ത് എന്താണെന്ന് MK മുനീറിന് അറിയാതിരിക്കാൻ പാടില്ല ഷാജിക്കും. ഇവർ 2 പേരും അവർ ജയിച്ചു വന്നതായ മണ്ഡലങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. അവർ 2 പേരും മലപ്പുറം ജില്ലയിൽ നിന്നല്ല ജയിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തണമെങ്കിൽ ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായാൽ പോലും ഒരു ചെറിയ തോതിൽ അങ്ങനെ ഒന്നും ഇന്ന് KP മജീദിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിരിക്കും. ഇതൊരു വലിയ വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ലീഗിന് ചർച്ച ചെയ്യാമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും തന്നെ യോജിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല. ഇതിൽ അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞതായി എണ്ണിപ്പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. മതപരമായ മാനത്തിലൂടെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായത്തരം. മുസ്ലിം പെൺകുട്ടിയെ കൃത്യമായി ഇത്ര വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ സ്വത്ത് അവരുടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ റുഷ്ത്, മെച്യൂരിറ്റി, തന്റെ ഇടം ഉണ്ടാവണം എന്നാണ്. തന്റെ ഇടം ഉണ്ടാവണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ചുരുങ്ങിയത് 21 വയസ്സെങ്കിലും ആവണം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവണം. അവരതിനേക്കാൾ നേരത്തെ പണ്ട് ആയിഷയെ കല്യാണം കഴിച്ചത് 9-ാം വയസ്സിലാന്ന് പറയുമ്പോൾ ഇന്ന് 4-ാം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിന് അർത്ഥം അത് ശുദ്ധ അസംബന്ധ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തീരെ യോജിക്കാൻ കഴിയില്ല. അതോടൊപ്പം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസത്തെ ബാധിക്കുന്നതായ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ദീപാരാധന പോലെയുള്ള അഗ്നി ആരാധന, അഗ്നി പൂജിക്കൽ, അതിനോട് യോജിക്കാൻ കഴിയില്ല. മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം വേണ്ടി പറഞ്ഞതിന് എനിക്ക് യോജിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ KT ജലീൽ പറഞ്ഞതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ മൗലികമായ വിശ്വാസത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ, ഉദാഹരണമായിട്ട്
ഓണത്തിന്റെ ദിവസത്തിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ പിന്നെ പച്ചക്കറി കഴിക്കാൻ പാടില്ല, അതിന്റെ വാസന പോലും പാടില്ല എന്നൊക്കെ ചില സലഫി സുഹൃത്തുക്കൾ ഈ പള്ളി മെമ്പറിലൊക്കെ കയറി പറയാറുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ വസ്ത്രം ധരിക്കുന്നിടത്ത് ചില ആളുകൾ ഇടത്തോട്ട് ധരിക്കുന്നു, ചിലർ വലത്തോട്ട് ധരിക്കുന്നു. ഞാൻ വലത്തോട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വാങ്ങി പോയിക്കോട്ടെ എന്ന് എന്റെ അഭിപ്രായം. അപ്പോ ഒരു കാര്യത്തിലും ഇവിടുത്തെ സമൂഹത്തിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരോടൊന്നും സാദൃശ്യമാവാൻ പാടില്ല. അതിനവർ ഉദ്ധരിക്കുന്ന വാചകമുണ്ട്, ഉമ്മൻ തശാബ ഖൗമൻ ഫഹുവ മിൻഹും. ഒരു കൂട്ടർ മറ്റൊരാളോട് സാദൃശ്യമാവുകയാണെങ്കിൽ അവരിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. വിശ്വാസത്തിന്റെ അതിന്റെ കടക്ക് കത്തിവെക്കുന്ന ദീപാരാധന മുതലായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തീർച്ചയായും വിട്ടുനിൽക്കേണ്ടതാണ്. മറ്റുള്ള കാര്യങ്ങൾ ശ്രീ ഓബ്ദുള്ള രണ്ട് കാര്യം. ഒന്ന്, മതപരമായ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് മതപണ്ഡിതരാണ്. ഇപ്പോൾ സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും ജമായത്തിൻ്റെ ആണെങ്കിലും മതപണ്ഡിതർ നിലവിളക്കിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ വീണ്ടും നിലവിളക്ക് കത്തിക്കണം, അത് കത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായം ഈ ജനപ്രതിനിധികൾ കൂടിയായ കുറച്ചുകൂടി സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള MLA-മാർ ഉൾപ്പെടെയുള്ളവർ, മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അത് ഈ രീതിയിൽ ഒരു അഭിപ്രായം കൂടിയുണ്ട്, ഇതും ആകാം എന്ന് പറയുമ്പോൾ അതാണ് അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത്. മതപണ്ഡിതർ അഭിപ്രായം പറയട്ടെ, ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നേതാക്കൾ അവർ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. അങ്ങനെയാണോ ഇതുപോലുള്ള കാര്യങ്ങളിൽ മതപണ്ഡിതർ പറയുന്ന അഭിപ്രായം അത് അപ്പാടെ സ്വീകരിക്കാൻ MK മുനീർ മുതൽ KT ജലീൽ വരെയുള്ളവർ ബാധ്യസ്ഥരാണോ? അവർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ അവകാശമില്ലേ? അതായത് മതപണ്ഡിതന്മാർ നേരത്തെ പറയുകയും എഴുതുകയും മറ്റും ചെയ്തതായ കാര്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ധരിക്കാനുള്ളതായ അവകാശം KT ജലീലിനും എനിക്കും MK മുനീറിനുണ്ട്. ഖുർആന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രവാചക വചനത്തും കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ് എന്നൊന്നും പറയാനുള്ളതായ ഒരു അവകാശം ഞങ്ങൾക്കില്ല. കാരണം ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണെന്ന് എനിക്കോ താങ്കൾക്കോ പറയാൻ കഴിയുമോ? അത് ആ കാര്യത്തിൽ അഗാധമായ അവഗാഹമായ അറിവും കഴിവുമുള്ള ആളുകൾക്ക് മാത്രമേ അത് നിർവചിക്കാനും അത് വ്യവഹരിക്കാനും കഴിയൂ. അത് മതനിയമങ്ങൾക്കും ബാധകമാണ്. എന്നതിൽ കവിഞ്ഞ് ഈ വത്തിക്കാൻ പോലെയുള്ളതായ ഒരു സ്ഥാപനമായ സമസ്തയെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറയെയോ ഒന്നും ആരും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്. സമസ്തയെ അംഗീകരിക്കുന്ന പിൻപറ്റുന്ന ആളുകൾക്ക് അവർ പറയുന്നത് ബാധകമാണ് എന്നല്ലാതെ സമസ്തക്കോ മറ്റോ അത്തരത്തിലുള്ള ഒരു അധികാരം ഒരു സ്ഥാനവുമില്ല. സമസ്തയിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞാൽ എല്ലാം ശരിയാണ്. ശ്രീ അബ്ദുള്ള, മറ്റൊരു കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ളത്, ഇപ്പോൾ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ പണ്ഡിത സഭ അത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ യോഗം ചേരുകയും ചില തിരുത്തലുകൾ മുൻകാല പ്രവർത്തനങ്ങളിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അസുഖബാധിതനായ ഒരാൾ രക്തം സ്വീകരിക്കാമോ, അല്ലെങ്കിൽ അവയവം മാറ്റിവെക്കാമോ, അതല്ലെങ്കിൽ കൃത്രിമ ഗർഭധാരണം അത് അനുവദനീയമാണോ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കാലാനുസൃതമായ തിരുത്തലുകൾ ഈ പണ്ഡിത സഭ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം? താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 4 വയസ്സുകാരി അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുകാരിയെ പണ്ട് നബിയുടെ കാലത്ത് വിവാഹം ചെയ്തു എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ തന്നെ ഇപ്പോൾ ആവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിൽ നേരത്തെ നടക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിളക്ക് കത്തിക്കൽ ഉൾപ്പെടെയുള്ള, ചെണ്ടകൊട്ടൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ചന്ദനക്കുടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമീപ കാലഘട്ടത്തിൽ അത് നിരോധിച്ചുകൊണ്ട് കുറച്ചുകൂടി മതത്തോട് അടുക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ, ഇതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതാണ് എന്ന അഭിപ്രായം ഈ മുൻകാല സാഹചര്യത്തിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇത്തിഹാദ് തന്നെ നടത്തിയ തിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അതൊരു സഭയല്ല. നിയമങ്ങൾ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമങ്ങളെ നിർദ്ധാരണം ചെയ്യുക, ഗവേഷണം നടത്തി കണ്ടുപിടിക്കുക എന്നാണ് അതിനർത്ഥം. താങ്കൾ പറയുന്നത് റാബിത്തെ പോലെയുള്ളതായ അല്ലെങ്കിൽ ചില പണ്ഡിത സഭകളെ സംബന്ധിച്ചായിരിക്കും താങ്കൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും വെളിച്ചത്തിൽ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞതായ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുതിയ സാഹചര്യങ്ങളിൽ ഈ നിയമം എങ്ങനെ, ഉദാഹരണമായിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അവയവങ്ങളുടെ മാറ്റം, അത് പാടുണ്ടോ,
അതുപോലെ തന്നെ ഈ കൃത്രിമ ഗർഭം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടുണ്ടോ എന്ന് പണ്ഡിതന്മാർ. അത് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്ന ആളെ പോരാ, അറബി ഭാഷ അറിഞ്ഞാൽ പോരാ, അത്യന്തം സൂക്ഷ്മതയുള്ള ദൈവഭയമുള്ള ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ വരുന്ന കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യങ്ങളോ മറ്റോ വെച്ചുകൊണ്ടാവാൻ പാടില്ല. ഇതെല്ലാം തികഞ്ഞതായ പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് പൊന്നാനി പള്ളിയിൽ വിളക്ക് വെച്ചത് പിന്നെ കാർബൺ മൂക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് അവിടെ നിലനിർത്തുക, കൊടുങ്ങല്ലൂർ പള്ളിയിൽ അത് അവിടെ തന്നെ നിലനിർത്തുക, അതൊക്കെ എന്നോ അവിടെ നിന്ന് എടുത്ത് പള്ളിക്കാട്ടിലേക്ക് എറിയേണ്ടതാണ് എന്ന് അബ്ദുൽ ഹമീദ് ഫൈസിയെ പോലുള്ള ആൾക്കാരെ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞാൽ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അതിനൊന്നും ഒരു അർത്ഥവുമില്ല. അതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ദീപാരാധനയെ എതിർക്കുന്നതിന് അർത്ഥമില്ല. രണ്ട്, ഈ സുന്നി വിഭാഗങ്ങൾ നേരത്തെ KT ജലീൽ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ സമ്പ്രദായങ്ങൾ പിൻപറ്റുന്നവരാണ്. ഉദാഹരണമായി മരിച്ച വീട്ടിൽ ചാവടിയന്തരം അല്ലെങ്കിൽ കണ്ണോക്ക്, ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല, ലോക മുസ്ലിങ്ങൾ ചെയ്യുന്നതല്ല. അതൊക്കെ ഇവിടുത്തെ ഹൈന്ദവ സംസ്കാരത്തിൽ വളരെ വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ശ്രീ അബ്ദുൽ ഹമീദ് ഫൈസി, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ശരീഅത്ത് വിവാദത്തിൻ്റെ കാലം. അന്ന് ശരീഅത്ത് തൊടാൻ പാടില്ല, അതിൽ തിരുത്തലുകൾ വരുത്താൻ പാടില്ല എന്ന കൃത്യമായ നിലപാടോടുകൂടി ഉറച്ചു നിന്നു എല്ലാവരും. പക്ഷേ ഇപ്പോൾ താങ്കളുടെ ലേഖനത്തിൽ തന്നെ പറയുന്നു, ഇപ്പോൾ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ യോഗയുടെ കാര്യത്തിൽ അതുപോലുള്ള പല കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന വ്യക്തികൾ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നത്? അത് താങ്കൾ പറയുന്നത് പോലെ മുസ്ലിം വിരുദ്ധരുടെ കയ്യടി തേടാനോ അതല്ലെങ്കിൽ കപട മതേതരവാദികളെ തൃപ്തിപ്പെടുത്താനോ വേണ്ടി മാത്രമാണോ, അതോ കേരള സാഹചര്യത്തിൽ ഈ രീതിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്? ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള എതിർപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്ന് പൊതുസമൂഹത്തിൽ മുസ്ലിം സമുദായം ഒരു നല്ല രീതിയിൽ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് സഹായകമായ ചില നിർദ്ദേശങ്ങൾ ഇവർ വയ്ക്കുമ്പോൾ വീണ്ടും അവർ മതവിരുദ്ധരാണ് എന്ന നിലയിൽ ആക്രമിക്കുകയാണോ വേണ്ടത്? അവർ മതവിരുദ്ധരാണ് എന്ന് ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഞാൻ സമയം കളയുന്നില്ല. മതവിരുദ്ധ പക്ഷത്തിന്റെ കയ്യടി നേടാൻ വേണ്ടി പറയുകയാണെന്നാ പറഞ്ഞത്. ഞാൻ ആ വാക്കിൽ ഉറച്ചു നിൽക്കണം. എന്തുകൊണ്ടെന്നാലേ ഈ വിഷയത്തിൽ പൂർവ്വകാലത്തെ പോലെ തന്നെ ഇപ്പോഴും മുസ്ലിം സമുദായം ഇത്തരം കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്, ഓർദു സാഹിബ് സൂചിപ്പിച്ചതുപോലെ. അതേസമയം മുൻകാലത്തും ശരീഅത്ത് വിവാദ കാലത്ത് CPM-ലും കോൺഗ്രസിലുമുള്ള പല മുസ്ലിം നേതാക്കന്മാരും ശരീഅത്തിനെതിരെ ഇതുപോലെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരിഫ് ഖാൻ വളരെ പ്രസിദ്ധമാണ്, ആര്യാട മുഹമ്മദ്, TK ഹംസ. പക്ഷെ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പൊ ചില യുവജന നേതാക്കളുടെ പുതിയ തുടക്കമാണ്. ആ തുടക്കം അവർ തുടരുക നമ്മൾ പ്രത്യാശിക്കുന്ന അഖിലേന്ത്യാ സെക്രട്ടറി T മുഹമ്മദ് ബഷീർ, അതുപോലെ പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് നേതൃത്വം നൽകുന്ന ഒരു മുസ്ലിം ലീഗ് ഒരിക്കലും ശരീഅത്തിനെതിരായ ഒരു ചിന്തയും ആരാധനയുമായുള്ള ഒരു ശ്രീ ഫൈസി, ഈ കാര്യത്തിൽ ഇപ്പോൾ T മുഹമ്മദ് ബഷീർ അങ്ങനെ പറയുമ്പോഴും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞു ഇപ്പോൾ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ യുവജന വിദ്യാർത്ഥി നേതാക്കളാണ് ഒരു വ്യത്യസ്ത നിലപാടുമായി മുന്നോട്ട് വന്നതെങ്കിൽ ഇപ്പോൾ നിലവിളക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഉയർന്ന നേതാക്കൾ അവർ മുന്നോട്ട് വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭിന്നാഭിപ്രായങ്ങൾ വ്യാപകമാകുന്നത്, കൂടുതൽ പേർ ഉയർന്നു വരുന്നത് ഈ നിലപാടിലേക്ക്? സ്വാഭാവികമായും ഇത്തരമൊരു വിഷയം നേരത്തെ വന്നു. ആ വിഷയത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താതെ കൊണ്ടായിരിക്കും പുതിയ ഒരു ചിന്തക്ക് ഈ തരത്തിൽ ചില ആളുകൾ രംഗത്ത് വരാൻ കാരണം. തീർച്ചയായും ഇതിന്റെ ഗൗരവം പാർട്ടി വിലയിരുത്തിക്കൊണ്ട് തന്നെ അഖിലേന്ത്യാ സെക്രട്ടറി അറുത്തുമുറിച്ച് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാണ്. ശ്രീ KT ജലീൽ, താങ്കളുടെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ മാറേണ്ടതുണ്ട്, ശരീഅത്തും ഇസ്ലാം മതവിശ്വാസവും അതിനോടുള്ള ഹൃദയബന്ധവും നിലനിൽക്കുമ്പോൾ തന്നെ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരുന്നു. അത് മുസ്ലിം ലീഗിൽ നിന്ന് വരുന്നു, ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വരുന്നു, ഇപ്പോൾ താങ്കളെപ്പോലെ ഇടത് സഹയാത്രികരായിരിക്കുകയും നല്ല മതവിശ്വാസികളായി തുടരുകയും ചെയ്യുന്നവരിൽ നിന്ന് വരുന്നു. ഇതൊരു പുതിയ പ്രശ്നമാണോ? ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഒരുപാട് കാലം മുസ്ലിം സമൂഹം തെറ്റാണെന്ന് കരുതിയിരുന്ന പലതും പിൽക്കാലത്ത് ശരിയാണെന്ന് അവർക്ക് തന്നെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫോട്ടോ എടുക്കുക, ഒരാളുടെ മുഴുനീള ഫോട്ടോ എവിടെയെങ്കിലും വെക്കുക, ഇതൊക്കെ മതനിഷിദ്ധമായ കാര്യമായിട്ടായിരുന്നു ഒരു കാലത്ത് വിവക്ഷിക്കപ്പെട്ടിരുന്നതും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നതും. അതുകൊണ്ട് തന്നെ മുസ്ലിം വീടുകളിൽ ആരുടെയും ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതാണോ?
ഇന്ന് ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മുഴുനീള ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡുകളും മലബാറിൽ ആകമാനം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അത് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെടുന്നവരും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്നവരും ഇപ്പോൾ അനുവർത്തിക്കുന്നു. മുസ്ലിം കല്യാണങ്ങൾക്ക് വീഡിയോ ഉപയോഗിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. പല മഹല്ലുകളിലും വീഡിയോ എടുക്കും എന്നുള്ളതുകൊണ്ട് ആ കല്യാണങ്ങളിൽ അവിടുത്തെ ഖത്തീബുമാർ പങ്കെടുക്കാത്ത സ്ഥിതി വരെ ഉണ്ടായിരുന്നു. ചില മഹല്ലുകളിൽ വിലക്കുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന്. പക്ഷേ ഇന്നത് മാറിക്കഴിഞ്ഞു. ഇന്ന് ഏതാണ്ട് കല്യാണങ്ങളിൽ അത് എടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ മതപ്രസംഗ വേദികളിലും മതപ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ കാസറ്റുകളിലാക്കി അത് നാട് നീളെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നിലവിളക്കിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം അനധിവിദൂരമായിട്ടുള്ള ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സുന്നി വിഭാഗം, സത്യത്തിൽ എനിക്ക് സുന്നി വിഭാഗത്തിൻ്റെ നിലപാടുകളോട് പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും യോജിപ്പാനുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ കേരളീയമായ സംസ്കാരത്തോട്, ബഹുസ്വര സംസ്കൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള വിവക്ഷകളാണ് അവർ ഇസ്ലാമിന് നൽകിയിട്ടുള്ളത്. അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പരമാവധി മറ്റുള്ള മതസമൂഹങ്ങളുമായി ഇഴകലർന്ന് ജീവിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം സുന്നി പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ കെ ടി ജലീൽ, അത് വ്യക്തമായിരിക്കെ തന്നെ നിയമസഭയിൽ ഇപ്പോൾ താങ്കളാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. അത് ഉന്നയിക്കുമ്പോൾ അത് ഷാജിക്കും മുനീറിനും എല്ലാം എതിരായ രീതിയിലാണ് ചർച്ച ഉയർന്നു വന്നതെങ്കിലും ഇപ്പോൾ ഷാജിയും മുനീറും താങ്കളും ഹുസൈൻ രണ്ടത്താണിയും എല്ലാം ചേർന്ന് ഒരു വലിയ വിഭാഗത്തെ എതിർസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് ഈ പറയുന്ന സമസ്തയും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വവും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെ ഇതെത്താം? ചുരുങ്ങിയ വാക്കുകളിൽ. നിയമസഭയിൽ ഇക്കാര്യം കൊണ്ടുവരുന്നത് KM ഷാജിയാണ്. അദ്ദേഹം വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാതെ നിലവിളക്ക് ഞാൻ കൊളുത്താറുണ്ട് എന്ന് അനവസരത്തിൽ അസ്ഥാനത്ത് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയെ തുടർന്ന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡറോട് ലീഗിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറയുകയുണ്ടായി. സത്യത്തിൽ അതാണ് അവിടെ നടന്നത്. നമ്മൾ ഇതിനെയൊന്നും ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി വിലയിരുത്തേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഒരു ബഹുസ്വരതയിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കാണേണ്ട കാര്യമേ ഉള്ളൂ. എത്രയോ അമുസ്ലിം സുഹൃത്തുക്കൾ നോമ്പ് കാലത്ത് നോമ്പ് പിടിക്കുന്നു. അതിൻ്റെ പേരിൽ അവരുടെ മതവിഭാഗം അവർ ചെയ്യുന്നത് അവരുടെ മതവിഭാഗത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഒരു അനുഷ്ഠാനം അവർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവർ അവരുടെ മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ ആരും പറഞ്ഞതായി നാം കേട്ടിട്ടില്ല. ഇഫ്താർ പാർട്ടികൾ ഡൽഹിയിൽ ആസ്ഥാനമായി സംഘടിപ്പിക്കാറുണ്ട്. നിരവധി അമുസ്ലിം നേതാക്കൾ ഇഫ്താർ പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ തൊപ്പി ധരിക്കാറുണ്ട്. അതിനർത്ഥം അവരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതല്ല. ഒരു ഐക്യദാർഢ്യ പ്രകടനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളും ചെയ്യുന്നത്. വളരെ വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ഒരു ഐക്യദാർഢ്യം ഒരു ബഹുസ്വര സമൂഹത്തിൽ, അതാണ് ശ്രീ കെ ടി ജലീൽ പറയുന്നത്. പക്ഷേ 85-ൽ EMS നമ്പൂതിരിപ്പാട് ശരീഅത്ത് വിവാദം ഉയർത്തിയതുപോലെയല്ല ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള ശബ്ദം ഉയരുന്നു, ഒപ്പം അതിനെതിരായ ശബ്ദവും. വളരെ നന്ദി ശ്രീ കെ ടി ജലീൽ. ശ്രീ ഒ അബ്ദുള്ള, SYS സംസ്ഥാന സെക്രട്ടറി ശ്രീ അബ്ദുൽ ഹമീദ് ഫൈസി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.